ഹായ് ലേണേഴ്സ്. അപ്പോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അഡ്വാൻസ്ഡ് സ്ട്രാറ്റജിക് മാനേജ്മെന്റിലെ നമ്മളുടെ ഫസ്റ്റ് ബ്ലോക്കിലെ സെക്കൻഡ് യൂണിറ്റ് ആണ്, അതായത് കോർപ്പറേറ്റ് പോളിസീസ്. കോർപ്പറേറ്റ് പോളിസീസ് ഒക്കെ നമുക്ക് ഈ ഒരു പേരിൽ നിന്ന് തന്നെ മനസ്സിലാകും. ഈ ഒരു യൂണിറ്റിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് കോർപ്പറേറ്റ് പോളിസീസ്, അതുപോലെ തന്നെ കോർപ്പറേറ്റ് പോളിസീസിന്റെ ഫോർമുലേഷൻ, ദെൻ പ്രോസസ് ഓഫ് ഫോർമുലേറ്റിംഗ് കോർപ്പറേറ്റ് പോളിസീസ്, ഇമ്പോർട്ടൻസ് ഓഫ് കോർപ്പറേറ്റ് പോളിസീസ്, ടൈപ്സ് ഓഫ് കോർപ്പറേറ്റ് പോളിസീസ്, അങ്ങനെ കുറച്ച് കോർപ്പറേറ്റ് പോളിസി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു യൂണിറ്റിന്റെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ, ദെൻ കോൺസെപ്റ്റ് ആൻഡ് മീനിങ് ഓഫ് കോർപ്പറേറ്റ് പോളിസി, ഫീച്ചേഴ്സ് ഓഫ് കോർപ്പറേറ്റ് പോളിസി, ഡിറ്റർമിനൻസ് ഓഫ് കോർപ്പറേറ്റ് പോളിസി, സ്കോപ്പ് ഓഫ് കോർപ്പറേറ്റ് പോളിസി, പോളിസി ഫോർമുലേഷൻ പ്രോസസ്, ക്ലാസിഫിക്കേഷൻ ഓഫ് കോർപ്പറേറ്റ് പോളിസി, ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് കോർപ്പറേറ്റ് പോളിസി. ഇത്രയും കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളൂ. ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് കോർപ്പറേറ്റ് പോളിസീസ്? ഈ ഒരു പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും അല്ലെ. കോർപ്പറേറ്റ് പോളിസീസ് എന്ന് പറയുമ്പോൾ ഓരോ കമ്പനിക്കും അവരുടേതായിട്ടുള്ള പോളിസീസ് കാണും അല്ലെ. ഒരു ബിസിനസിന്റെ ഗൈഡ് ചെയ്യുന്നത് അവരുടെ പോളിസീസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന് അവരുടെ ഒബ്ജക്റ്റീവ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക് ആയിട്ട് നമുക്ക് ഈ ഒരു കോർപ്പറേറ്റ് പോളിസീസിനെ പറയാം. സോ ഓരോ കമ്പനിക്കും അവരുടേതായിട്ടുള്ള കോർപ്പറേറ്റ് പോളിസീസ് കാണും. ഇത് കമ്പനി ടു കമ്പനി ഡിഫർ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ നമുക്ക് ഒന്ന് രണ്ട് കോർപ്പറേറ്റ് പോളിസി സ്റ്റേറ്റ്മെന്റുകൾ ഒന്ന് കണ്ടു നോക്കാം. ഇവിടെ തന്നെ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. വി പ്രൊമോട്ട് എംപ്ലോയീസ് ഓൺ ദ ബേസിസ് ഓഫ് എക്സ്പീരിയൻസ്. അതൊരു കമ്പനിയുടെ കോർപ്പറേറ്റ് പോളിസിയാണ്. അതായത് അവര് എംപ്ലോയീസിനെ പ്രൊമോട്ട് ചെയ്യുന്നത് എന്തിന്റെ ബേസിലാണ്? എക്സ്പീരിയൻസിന്റെ ബേസിലാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇങ്ങനെ ഓരോ കമ്പനീസിനും അവരുടേതായിട്ടുള്ള പോളിസീസ് കാണും. സോ അതുപോലെ മറ്റൊരു പോളിസിയാണ് വി സെൽ ടെലിവിഷൻ ഓൺലി ഫോർ ക്യാഷ്. അത് മറ്റൊരു പോളിസിയാണ് അല്ലെ. ഇപ്പോ നമ്മൾ തന്നെ കേട്ടിട്ടുണ്ടായിരിക്കും ഓരോ കമ്പനീസ് ഒക്കെ പറയുന്നത് അല്ലെ, അവർക്ക് അവരുടേതായിട്ടുള്ള കമ്പനിയുടെ പോളിസീസ് ഉണ്ട്. സോ അങ്ങനെ ഓരോ കമ്പനിക്കും അവരുടേതായിട്ടുള്ള കുറച്ച് പോളിസി സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ട്. സോ നെക്സ്റ്റ് നമുക്ക് കോൺസെപ്റ്റ് ആൻഡ് മീനിങ് ഓഫ് കോർപ്പറേറ്റ് പോളിസി നോക്കാം. കോർപ്പറേറ്റ് പോളിസി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് എന്താണ്, അതിന്റെ മീനിങ്. ഇപ്പോ നമ്മൾ ഓൾറെഡി പറഞ്ഞു, കോർപ്പറേറ്റ് പോളിസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഡിസിഷൻ മേക്കിങ്ങിന് ഒരു ഗൈഡ് ആയിട്ട് പറയാം അല്ലെ. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഡെഫിനിഷൻ കാണാം. The corporate policy is the management's expressed or implied intent to govern action in the pursuit of the company's objective. അതായത് കമ്പനീസിന്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് മാനേജ്മെന്റിന്റെ കുറച്ച് എക്സ്പ്രസ്ഡ് അല്ലെങ്കിൽ ഇംപ്ലൈഡ് ആയിട്ടുള്ള ആക്ഷൻസ് ആണെന്ന് നമുക്ക് കോർപ്പറേറ്റ് പോളിസീസിനെ പറയാനായിട്ട് പറ്റും. അപ്പൊ എപ്പോഴും ഈ ഒരു പോളിസിയുടെ മെയിൻ എയിം എന്ന് പറയുന്നത് കമ്പനിയുടെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുക എന്നുള്ളതായിരിക്കും. അപ്പൊ ഈ ഒരു കമ്പനിയുടെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാനേജ്മെന്റിന്റെ എക്സ്പ്രസ് ഓർ ഇംപ്ലൈഡ് ഇന്റന്റുകളാണ്. അത് എക്സ്പ്രസ്ലി ആകാം, ഇംപ്ലൈഡും ആകാം കേട്ടോ. കോർപ്പറേറ്റ് പോളിസി എന്ന് പറയുമ്പോൾ അത് എക്സ്പ്രസ്ലി എന്ന് പറയുമ്പോൾ നമുക്കറിയാം വാക്കാൽ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എഗ്രിമെന്റ് വഴി എഴുതിയിട്ടോ, ഇൻ റിട്ടേൺ ആകാം, ഓറൽ ആകാം, എക്സ്പ്രസ്ഡ് എഗ്രിമെന്റ് എന്ന് പറയുന്നത് പോലെ. സോ ഇവിടെ മാനേജ്മെന്റിന്റെ എക്സ്പ്രസ്ഡ് ഇന്റന്റ് ആകാം അല്ലെങ്കിൽ ഇംപ്ലൈഡ് ആകാം അല്ലെ. ഇംപ്ലൈഡ് എന്ന് പറയുമ്പോൾ എന്താ, അവരുടെ ഒരു കണ്ടിൽ നിന്ന് മനസ്സിലാകുന്നതാണ് ഇംപ്ലൈഡ് എന്ന് പറയുന്നത്. സോ എക്സ്പ്രസ്ഡും ആകാം, ഇംപ്ലൈഡും ആകാം. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു കമ്പനിയുടെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാനുള്ള മാനേജ്മെന്റിന്റെ എക്സ്പ്രസ്ഡ് അല്ലെങ്കിൽ ഇംപ്ലൈഡ് ആയിട്ടുള്ള ഇന്റന്റുകളെ നമുക്ക് കോർപ്പറേറ്റ് പോളിസീസ് എന്ന് പറയാം. അങ്ങനെ പറയുമ്പോഴും നമുക്ക് ഈ ഒരു കോർപ്പറേറ്റ് പോളിസിയെ പറ്റിയിട്ട് നോക്കുമ്പോൾ പല വ്യൂസ് ആണ്. അതായത് പല ആളുകൾക്കും പല അഭിപ്രായങ്ങളുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് അതായത് 3 കാറ്റഗറീസ് അവരുടെ വ്യൂ പറഞ്ഞേക്കുന്നത് ഒന്ന് കണ്ടു നോക്കാം. ഫസ്റ്റ് കാറ്റഗറി പറഞ്ഞേക്കുന്നത് എന്താണ്? പോളിസി ആൻഡ് സ്ട്രാറ്റജി ആർ സിനോണിമസ്. ഫസ്റ്റ് കാറ്റഗറി ആളുകൾ പറഞ്ഞിട്ടുള്ളത് കോർപ്പറേറ്റ് പോളിസിയും കോർപ്പറേറ്റ് സ്ട്രാറ്റജീസും സിനോണിമസ് ആണ്. അതായത് നമുക്ക് ഇന്റർചേഞ്ചബിളി യൂസ് ചെയ്യാം, രണ്ടും ഏകദേശം സെയിം ആണെന്നാണ് ഫസ്റ്റ് കാറ്റഗറിയുടെ ഒപ്പീനിയൻ. ഇനി സെക്കൻഡ് ഗ്രൂപ്പ് ഓഫ് എക്സ്പേർട്സ്, സെക്കൻഡ് ഗ്രൂപ്പ് പറയുന്നത് എന്താണ്? കോർപ്പറേറ്റ് പോളിസി ആസ് ദ പ്രോസസ് ഓഫ് ഇംപ്ലിമെന്റിംഗ് സ്ട്രാറ്റജി അല്ലെ. കോർപ്പറേറ്റ് പോളിസി എന്ന് പറഞ്ഞാൽ സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു പ്രോസസ് ആയിട്ട് കോർപ്പറേറ്റ് പോളിസിയെ പറഞ്ഞിട്ടുണ്ട്. അത് സെക്കൻഡ് കാറ്റഗറി പറഞ്ഞിട്ടുള്ളതാണ്. ഇനി നമുക്ക് തേർഡ് കാറ്റഗറിയുടെ വ്യൂ എന്താണ് പറഞ്ഞിട്ടുള്ളത്? കോർപ്പറേറ്റ് പോളിസി ടു ബി ഡിസിഷൻസ് റിഗാർഡിംഗ് ദ ഫ്യൂച്ചർ ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷന്റെ ഫ്യൂച്ചറിനെ പറ്റിയിട്ടുള്ള കുറച്ച് ഡിസിഷൻസ് ആണ് കോർപ്പറേറ്റ് പോളിസി എന്നാണ് തേർഡ് ഗ്രൂപ്പ് ആളുകൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി ഓരോ ആൾക്കാർക്കും അല്ലെങ്കിൽ ഓരോ കാറ്റഗറീസിനും അവരുടേതായിട്ടുള്ള ഡിഫറെന്റ് വ്യൂസ് ആണ് അല്ലെ കോർപ്പറേറ്റ് പോളിസിയെ പറ്റിയിട്ടുള്ളത്. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡിഫറെന്റ് വ്യൂസ് വന്നിട്ടുള്ളത്? സോ ഈ ഒരു ഓരോ സ്കോളേഴ്സിനും, അതായത് ഓരോ ആളുകൾക്കും അവരുടേതായിട്ടുള്ള ഡിഫറെന്റ് വ്യൂസ് ഈ ഒരു പോളിസിയെ പറ്റിയിട്ട് വരാനുള്ള കാരണങ്ങളാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത്. സോ ഈ ഒരു ഡിഫറെന്റ് മാനേജ്മെന്റ് സ്കോളേഴ്സിന് എന്തുകൊണ്ടാണ് ഈ ഒരു കോർപ്പറേറ്റ് പോളിസീസിനെ പറ്റി ഡിഫറെന്റ് വ്യൂ വന്നിട്ടുള്ളത്? അതിന്റെ റീസൺസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 3 റീസൺസ് കാണാനായിട്ട് പറ്റും.
ഫസ്റ്റ് വൺ, ദർ ഇസ് നോ ക്ലിയർ ഡിഫറൻഷിയേഷൻ ഓഫ് പോളിസി ഫ്രം അതർ എലമെന്റ്സ് ഓഫ് പ്ലാനിങ്. അതായത് ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റിന്റെ പ്ലാനിങ് എന്ന് പറഞ്ഞൊരു ആസ്പെക്ട് നമുക്കറിയാം അല്ലെ, എല്ലാ ബിസിനസിന്റെയും ഫസ്റ്റ് വരുന്ന ആസ്പെക്ട് ആണല്ലേ പ്ലാനിങ്, അല്ലെങ്കിൽ അവരുടെ മാനേജ്മെന്റിൽ ഫസ്റ്റ് വരുന്നതാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു പ്ലാനിങ്ങിന്റെ എലമെന്റ്സിൽ പോളിസീസിനെ പ്രത്യേകിച്ച് ആ ഒരു പ്ലാനിങ്ങിന്റെ മറ്റ് എലമെന്റ്സിൽ നിന്നും പോളിസിക്ക് പ്രത്യേകിച്ച് ഒരു ഡിഫറൻഷിയേഷൻ ഒന്നും തന്നിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്ലിയർ ഡിഫറൻഷിയേഷൻ ഇല്ല. പ്ലാനിങ്ങിന്റെ മറ്റ് എലമെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ട്രാറ്റജീസ് പറയാം, അല്ലെങ്കിൽ പോളിസീസ്, അല്ലെങ്കിൽ ഈ ഒരു മിഷൻ ഒബ്ജക്റ്റീവ്, ഇതെല്ലാം നമ്മുടെ പ്ലാനിങ്ങിൽ വരുന്നതാണ്. സോ ഈ ഒരു പ്ലാനിങ്ങിന്റെ മറ്റ് എലമെന്റുകളിൽ നിന്ന് നോക്കുമ്പോൾ പോളിസീസിന് ഒരു ക്ലിയർ ഡിഫറൻഷിയേഷൻ ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ പോളിസിയെ പറ്റി ഒരു കറക്റ്റ് എക്സാക്ട് ആയിട്ടൊരു വ്യൂ ആർക്കും കിട്ടുന്നില്ല. ദെൻ സെക്കൻഡ് റീസൺ ആണ്, there are different policy made at a different level of management. അതായത് നമ്മളുടെ ഈ ഒരു ബിസിനസ്സിൽ ഡിഫറെന്റ് ലെവൽസ് ഉണ്ടല്ലേ, ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോ ലെവൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഡിഫറെന്റ് ലെവൽസ് ഓഫ് മാനേജ്മെന്റ് ഉണ്ട്. അപ്പൊ ഓരോ ലെവലിലും ഡിഫറെന്റ് പോളിസീസ് ഉണ്ട്. അപ്പൊ ഈ ഒരു ഓരോ പോളിസീസും അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസും ഉണ്ട് അല്ലെ. സോ ഇങ്ങനെ ഡിഫറെന്റ് ലെവൽസിൽ ഡിഫറെന്റ് പോളിസീസ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു പോളിസീസിനെ പറ്റി അല്ലെങ്കിൽ കോർപ്പറേറ്റ് പോളിസിയെ പറ്റിയിട്ട് നമുക്കൊരു എക്സാക്ട് വ്യൂ കിട്ടുന്നില്ല. Then finally പറഞ്ഞിട്ടുള്ളത്, കോർപ്പറേറ്റ് പോളിസി encompasses and relates to the entire process of planning. പ്ലാനിങ്ങിന്റെ entire പ്രോസസ്സിലും ഈ ഒരു പോളിസി, കോർപ്പറേറ്റ് പോളിസി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കോർപ്പറേറ്റ് പോളിസിയെ നമുക്ക് ഒരു ഏരിയയിൽ മാത്രമായിട്ട് പറയാനായിട്ട് പറ്റുന്നില്ല അല്ലെ. ഒരു പ്ലാനിങ്ങിന്റെ entire പ്രോസസ്സിലും ഈ ഒരു പോളിസീസിന് ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. സോ ഈ ഒരു കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് ഡിഫറെന്റ് മാനേജ്മെന്റ് സ്കോളേഴ്സിന് നമ്മുടെ കോർപ്പറേറ്റ് പോളിസിയെ പറ്റി ഡിഫറെന്റ് വ്യൂ വരാനുള്ള റീസൺസ് എന്ന് പറയുന്നത്. നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളതാണ് ഫീച്ചേഴ്സ് ഓഫ് കോർപ്പറേറ്റ് പോളിസി. കോർപ്പറേറ്റ് പോളിസിയുടെ ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് പോയിന്റുകൾ കാണാം. വളരെ സിമ്പിൾ ആണ് അല്ലെ, കാണുമ്പോൾ തന്നെ മനസ്സിലാകും, വളരെ സിമ്പിൾ ആയിട്ട് പഠിച്ചു വെക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഫസ്റ്റ് ഫീച്ചറിൽ എന്താ പറഞ്ഞേക്കുന്നത്, ജനറൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രിൻസിപ്പിൾ. കോർപ്പറേറ്റ് പോളിസി എന്ന് പറയുന്നത് എന്താണ്, കുറച്ച് ജനറൽ സ്റ്റേറ്റ്മെന്റ്സ് ആണല്ലേ, കുറച്ച് പ്രിൻസിപ്പിൾസ് ആണ് അതിൽ പറയുന്നത്. ഒരു ബിസിനസ് ഫോളോ ചെയ്യേണ്ട കുറച്ച് പ്രിൻസിപ്പിൾസിനെ പറ്റിയിട്ടാണ് കോർപ്പറേറ്റ് പോളിസിയിൽ പറയുന്നത്. ദെൻ ലോങ് ടേം പെർസ്പെക്റ്റീവ്, അതായത് ഈ ഒരു കോർപ്പറേറ്റ് പോളിസി ഒരിക്കലും കുറച്ച് നാളത്തേക്ക് മാത്രമായിട്ടല്ല ഈ ഒരു പോളിസി ഫോർമുലേറ്റ് ചെയ്യുന്നത്. ലോങ് റണ്ണിലെ ബിസിനസിനെ ഹെൽപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ ലോങ് ടേമിലേക്കാണ് ഈ ഒരു പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യുന്നത് തന്നെ. ദെൻ അച്ചീവ്മെന്റ് ഓഫ് ഒബ്ജക്റ്റീവ്. ഈ ഓരോ പോളിസീസിന്റെയും മെയിൻ എയിം എന്ന് പറയുന്നത് എന്താണ്, അവരുടെ ബിസിനസിന്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുക എന്നുള്ളത് തന്നെയായിരിക്കും. ദെൻ ക്വാളിറ്റേറ്റീവ്, കണ്ടീഷണൽ ആൻഡ് ജനറൽ സ്റ്റേറ്റ്മെന്റ്. ഈ ഒരു പോളിസി സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവ് ആയിരിക്കും, അതുപോലെ തന്നെ കണ്ടീഷണൽ ആൻഡ് ജനറൽ സ്റ്റേറ്റ്മെന്റുകൾ ആയിരിക്കും. അപ്പൊ ഈ ഒരു പോളിസി സ്റ്റേറ്റ്മെന്റ്സ് എപ്പോഴും ഈ ഒരു കണ്ടീഷണൽ ആണ്, അതായത് ബിസിനസ്സിൽ മാറ്റങ്ങൾ വരുന്ന അനുസരിച്ചിട്ട് നമുക്ക് ചേഞ്ചസ് വരുത്തണം അല്ലെ. സോ അങ്ങനെ ചേഞ്ചസ് വരുത്തി ആയിരിക്കും നമ്മൾ ഈ ഒരു പോളിസീസിനെ കൊണ്ടുപോകുന്നത്. ദെൻ ഗൈഡ് ഫോർ റെപ്പിറ്റേറ്റീവ് ഓപ്പറേഷൻസ്. ഒരു ബിസിനസിന്റെ റെപ്പിറ്റേറ്റീവ് ഓപ്പറേഷൻസ് ഉണ്ടല്ലേ, ബിസിനസ്സിൽ എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന കുറച്ച് ഓപ്പറേഷൻസ് കാണും. അപ്പൊ ഈ ഒരു റെപ്പിറ്റേറ്റീവ് ഓപ്പറേഷൻസിന് ഒരു ഗൈഡ് ആയിട്ട് നമുക്ക് എന്ത് പറയാം, ഈ ഒരു കോർപ്പറേറ്റ് പോളിസീസിനെ പറ്റിയിട്ട് പറയാം. ഹൈറാർക്കിയിൽ പറയുന്നത് നമ്മളുടെ എല്ലാ ലെവലിലും നമ്മൾ ഈ ഒരു പോളിസി, നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു അല്ലെ, ഒരു ബിസിനസിന്റെ എല്ലാ ലെവൽസിലും പോളിസീസ് വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഒരു ഹൈറാർക്കി പോലെ ലോ ലെവൽ, മിഡിൽ ലെവൽ, ഹൈ ലെവൽ, എല്ലാ ലെവൽസിലും ഈ ഒരു പോളിസീസിന് ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. ദെൻ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. കോർപ്പറേറ്റ് പോളിസി എന്ന് പറയുന്നത് ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ആയിട്ട് തന്നെ നമുക്ക് പറയാം അല്ലെ. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പോളിസി വെച്ചിട്ടായിരിക്കും ബിസിനസ്സിലെ മെയിൻ ആയിട്ടുള്ള ഡിസിഷൻസും മറ്റും എടുക്കുന്നത്. മ്യൂച്വൽ ആപ്ലിക്കേഷൻസ് നെക്സ്റ്റ് ഒരു ഫീച്ചർ ആണ് മ്യൂച്വൽ ആപ്ലിക്കേഷൻ. മ്യൂച്വൽ ആപ്ലിക്കേഷനിൽ പറയുന്നത് പോളിസീസ് എന്ന് പറയുന്നത് സബോർഡിനേറ്റ്സിന്റെ ഒരു മ്യൂച്വൽ ആപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ്, എല്ലാവർക്കും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യുന്നത് അല്ലെ. ഒരു സ്പെസിഫിക് സിറ്റുവേഷൻ വരുമ്പോൾ ഒരു ഓർഗനൈസേഷൻസിലെ എല്ലാ മെമ്പേഴ്സിനും അഡോപ്റ്റ് ചെയ്യാനുള്ള രീതിയിലായിരിക്കും പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യുന്നത്. ദെൻ യൂണിഫൈഡ് സ്ട്രക്ചറിൽ പറയുന്നത് എന്താ, ഈ ഒരു പോളിസീസ് എന്ന് പറയുന്നത് നമ്മൾക്ക് പ്രീ ഡിറ്റർമൈൻഡ് ഇഷ്യൂസിന്, നമ്മളുടെ പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബിസിനസ്സിൽ റിപ്പീറ്റിംഗ് ആയിട്ടുള്ള ഇഷ്യൂസിന് ഒരു സൊല്യൂഷൻ കിട്ടുന്ന തരത്തിലായിരിക്കും നമ്മൾ ഈ ഒരു പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് ഈ ഒരു പോളിസീസ് എല്ലായിടത്തും യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ അതിന്റെ ഒരു യൂണിഫൈഡ് സ്ട്രക്ചർ ഉണ്ടായിരിക്കും. ദെൻ ഫൈനലി പോസിറ്റീവ് ഡിക്ലറേഷൻ. ഈ ഒരു കോർപ്പറേറ്റ് പോളിസീസ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റുകളായിട്ടായിരിക്കും കൊടുക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്, ആ ഒരു ബിസിനസ്സിലെ എംപ്ലോയീസിനെയും മറ്റും മോട്ടിവേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള പോസിറ്റീവ് ഡിക്ലറേഷൻസ് ആയിരിക്കും കോർപ്പറേറ്റ് പോളിസീസിൽ കൂടുതലായിട്ടും കാണുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, കോർപ്പറേറ്റ് പോളിസിയുടെ ഫീച്ചേഴ്സ്. നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളതാണ് ഡിറ്റർമിനൻസ് ഓഫ് കോർപ്പറേറ്റ് പോളിസി. കോർപ്പറേറ്റ് പോളിസിയുടെ ഡിറ്റർമിനൻസ് എന്ന് പറയുമ്പോൾ എന്തിനെയാണ് ഈ ഒരു കോർപ്പറേറ്റ് പോളിസിയുടെ ഡിറ്റർമിനൻസ് എന്ന് പറയുന്നത്, ഒരു കോർപ്പറേറ്റ് പോളിസിയെ അഫക്ട് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് അല്ലെ, അല്ലെങ്കിൽ കോർപ്പറേറ്റ് പോളിസിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. ഒരു ബിസിനസ്സിലെ ഇന്റേണൽ ഫാക്ടേഴ്സും എക്സ്റ്റേണൽ ഫാക്ടേഴ്സും, രണ്ട് ഫാക്ടേഴ്സും
ഒരു ബിസിനസിന്റെ കോർപ്പറേറ്റ് പോളിസീസിനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്. അപ്പോ ഇന്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലേ, അത് ഒരു ബിസിനസിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളായിരിക്കും. അവരുടെ മിഷൻ, ഒബ്ജക്റ്റീവ്സ്, വിഷൻ, അല്ലെങ്കിൽ റിസോഴ്സസ്, മാനേജ്മെന്റ് വാല്യൂസ്, ഇതെല്ലാം ഇന്റേണൽ ഡിറ്റർമിനൻസ് ആണ്. അപ്പൊ ഈ ഇന്റേണൽ ഡിറ്റർമിനൻസിൽ ഫസ്റ്റ് വരുന്നത് എന്താണ്? കോർപ്പറേറ്റ് പോളിസിയെ തന്നെ പറയാം അല്ലെ, കോർപ്പറേറ്റ് പോളിസി എന്ന് തന്നെ പറയാം. അതായത് കോർപ്പറേറ്റ് പോളിസിയിൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? കോർപ്പറേറ്റ് മിഷനെയാണ് കേട്ടോ. അപ്പൊ കോർപ്പറേറ്റ് മിഷൻ ആണ് കോർപ്പറേറ്റ് പോളിസിയിൽ ഉദ്ദേശിക്കുന്നത്. സോ ഈ ഒരു പോളിസി മേക്കർ ഒരു ബിസിനസ്സിലെ കോർപ്പറേറ്റ് മിഷൻ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ് കോർപ്പറേറ്റ് മിഷൻ മനസ്സിലാക്കുന്നത്? ആ ഒരു ബിസിനസിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു പോളിസി അവർക്ക് ഫോർമുലേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഒരു കോർപ്പറേറ്റ് മിഷനെ പറ്റിയിട്ടുള്ള ഒരു ധാരണ പോളിസി മേക്കറിന് വേണം അല്ലെ. കോർപ്പറേറ്റ് മിഷനെ പറ്റി പ്രോപ്പർ ആയിട്ട് അറിഞ്ഞിരുന്നാൽ മാത്രമേ ആ ഒരു പോളിസീസ് പ്രോപ്പർ ആയിട്ട് ആ ഒരു പോളിസി മേക്കറിന് നല്ല രീതിയിൽ ആ ഒരു പോളിസി എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ? ഫ്രെയിം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ കോർപ്പറേറ്റ് മിഷൻ എന്ന് പറയുന്നത് ഒരു ബിസിനസ് എന്തിനു വേണ്ടിയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, അതല്ലേ മിഷനിൽ പറയുന്നത്. ഒരു ബിസിനസിന്റെ വിഷൻ സ്റ്റേറ്റ്മെന്റ്സും മിഷൻ സ്റ്റേറ്റ്മെന്റ്സും ഒക്കെ ഉണ്ട് അല്ലെ. അപ്പൊ ഒരു ബിസിനസിന്റെ മിഷൻ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് ആ ഒരു ബിസിനസ് എന്തിനു വേണ്ടിയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, അതായിരിക്കും മിഷനിൽ പറയുന്നത്. സോ ഇവിടെ എന്താണ് പറയുന്നത്? കോർപ്പറേറ്റ് പോളിസി എന്ന് പറയുമ്പോൾ ഇറ്റ് ഗീവ്സ് ഗൈഡ് ലൈൻസ് ഫോർ മാനേജീരിയൽ ആക്ഷൻസ്. ദെൻ രണ്ടാമതൊരു ഡിറ്റർമിനന്റ് ആണ് കോർപ്പറേറ്റ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. സോ കോർപ്പറേറ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ ഒരു ബിസിനസ് നമ്മൾ മിഷനുകൾ എടുക്കുന്നത് പോലെ തന്നെ ഒരു ബിസിനസ്സിലെ നമ്മളുടെ കോർപ്പറേറ്റ് പോളിസി ഫ്രെയിം ചെയ്യുന്ന സമയത്ത് ആ ഒരു പോളിസി മേക്കർ എന്ത് ചെയ്യണം? ബിസിനസിന്റെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ആ ഒരു കമ്പനിയുടെ ഒബ്ജക്റ്റീവിനെ പറ്റിയിട്ടും പ്രോപ്പർ ആയിട്ട് അറിഞ്ഞിരിക്കണം. സോ എക്കണോമിക്, ഫിനാൻഷ്യൽ ആൻഡ് അതർ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ എക്കണോമിക് ഒബ്ജക്റ്റീവ് എന്താണ്, ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രമേ കോർപ്പറേറ്റ് പോളിസീസ് ഫ്രെയിം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നെക്സ്റ്റ് ഡിറ്റർമിനന്റ് ആണ് റിസോഴ്സസ്. റിസോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ്സിൽ ഒരുപാട് റിസോഴ്സ് ഉണ്ട് അല്ലെ. മെൻ, മെറ്റീരിയൽ, മെഷീനറി, ഇതെല്ലാം റിസോഴ്സുകളാണ് അല്ലെ. സോ അല്ലെങ്കിൽ മണി, ഇതെല്ലാം റിസോഴ്സുകളാണ്. അപ്പൊ ഈ ഒരു റിസോഴ്സസിനെ എന്ത് ചെയ്യണം? പ്രോപ്പർ ആയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു റിസോഴ്സസിനെ ഐഡന്റിഫൈ ചെയ്ത് അതിനെ ഒപ്റ്റിമം ആയിട്ട് അലോക്കേറ്റ് ചെയ്യേണ്ടതും പോളിസി മേക്കറുടെ ഡ്യൂട്ടിയാണ്. സോ ഈ ഒരു റിസോഴ്സ് നമുക്ക് എന്തൊക്കെ റിസോഴ്സ് അവൈലബിൾ ആണ് അത് വെച്ച് മാത്രമേ നമുക്ക് പോളിസി ഫ്രെയിം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നെക്സ്റ്റ് ആണ് മാനേജ്മെന്റ് വാല്യൂസ്. മാനേജ്മെന്റ് വാല്യൂസ് എന്ന് പറയുന്നത് ഒരു ബിസിനസിന്റെ ഇന്റേണൽ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്, ഇന്റേണൽ ഡിറ്റർമിനന്റ് ആണ് അല്ലെ. മാനേജ്മെന്റ് വാല്യൂ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ബിസിനസിന്റെ ഉള്ളിൽ വരുന്ന കുറച്ച് വാല്യൂസ് ആണ് അല്ലെ. സോ ഈ ഒരു വാല്യൂസ് എന്ന് പറയുന്നത് ബിസിനസ് ടു ബിസിനസ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ടു ഓർഗനൈസേഷൻ ഡിഫറെന്റ് ആയിരിക്കും. ഓരോ ഓർഗനൈസേഷനും അവരുടേതായിട്ടുള്ള കുറച്ച് വാല്യൂസ് കാണും. സോ ഇതും കൂടി കണക്കിലെടുത്തിട്ടായിരിക്കും ബിസിനസ്സുകൾ അവരുടെ പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഇന്റേണൽ ഡിറ്റർമിനൻസിൽ വരുന്നത്. ഏതൊക്കെയാണ്? കോർപ്പറേറ്റ് പോളിസി, കോർപ്പറേറ്റ് ഒബ്ജക്റ്റീവ്, റിസോഴ്സസ്, മാനേജ്മെന്റ് വാല്യൂസ്. ഇത് നമുക്ക് എക്സ്റ്റേണൽ ഡിറ്റർമിനൻസിനെ നോക്കാം. എക്സ്റ്റേണൽ ഡിറ്റർമിനൻസ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസിന്റെ പുറത്തുള്ള കാര്യങ്ങളായിരിക്കും അല്ലെ. ഒരു ബിസിനസിനെ അഫക്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾ. എക്സ്റ്റേണൽ എന്ന് പറയുമ്പോൾ അവരുടെ എക്കണോമിക് എൻവയോൺമെന്റ് വരാം, പൊളിറ്റിക്കൽ എൻവയോൺമെന്റ് വരാം, സോഷ്യൽ എൻവയോൺമെന്റ് വരാം, ടെക്നോളജിക്കൽ എൻവയോൺമെന്റ് വരാം. ഇതെല്ലാം എക്സ്റ്റേണൽ ഡിറ്റർമിനൻസ് ആണ്. സോ അതിൽ ഫസ്റ്റ് വരുന്നതാണ് ഇൻഡസ്ട്രി സ്ട്രക്ചർ. അതായത് ദി സ്ട്രക്ചർ ഓഫ് ഇൻഡസ്ട്രി കംപ്രൈസ് ഓഫ് സൈസ് ഓഫ് ഫേം, എൻട്രി ബാരിയർ, നമ്പർ ഓഫ് കോമ്പറ്റീറ്റേഴ്സ്, ഇതെല്ലാം ഇൻഡസ്ട്രി സ്ട്രക്ചർ ആണ്. അതായത് നമ്മളുടെ ബിസിനസ് നിലനിൽക്കുന്ന ഇൻഡസ്ട്രി എങ്ങനെയാണ്, ആ ഒരു ഇൻഡസ്ട്രിയുടെ സ്ട്രക്ചർ. ഇപ്പൊ നമ്മളുടെ ബിസിനസ് ഒരു ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ആണെങ്കിലോ അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ആണെങ്കിലോ ഏത് ഇൻഡസ്ട്രിയിലാണ് നിലനിൽക്കുന്നത് ആ ഒരു ഇൻഡസ്ട്രിയിലുള്ള ഫേമുകളുടെ സൈസ്, എൻട്രി ബാരിയേഴ്സ്, കോമ്പറ്റീറ്റേഴ്സിന്റെ എണ്ണം, ഇതെല്ലാം കണക്കിലെടുത്തിട്ട് വേണം നമ്മൾ പോളിസീസ് ഫ്രെയിം ചെയ്യാനായിട്ട്. നെക്സ്റ്റ് എക്കണോമിക് എൻവയോൺമെന്റ്. ഒരു ബിസിനസിന്റെ എക്കണോമിക് എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ അവിടെ വരുന്ന ഡിമാൻഡും സപ്ലൈയും പ്രൈസും നാഷണൽ ഇൻകവും ഇതെല്ലാം എക്കണോമിക് എൻവയോൺമെന്റിൽ വരുന്നതാണ്. ഈ കാര്യങ്ങളെ പറ്റിയിട്ടും നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രമേ നമുക്ക് പോളിസീസ് ഫ്രെയിം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നെക്സ്റ്റ് പൊളിറ്റിക്കൽ എൻവയോൺമെന്റ്. പൊളിറ്റിക്കൽ എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ നമ്മളുടെ മോണിറ്ററി പോളിസിയും ഫിസ്ക്കൽ പോളിസിയും ക്രെഡിറ്റ് പോളിസിയും ഒക്കെ ഉണ്ട് അല്ലെ. ഒരു ബിസിനസിന്റെ ഈ പറഞ്ഞിരിക്കുന്ന പോളിസീസ് എല്ലാം അവരുടെ കോർപ്പറേറ്റ് പോളിസിയെയും അഫക്ട് ചെയ്യുന്നതാണ്. ദെൻ സോഷ്യൽ എൻവയോൺമെന്റ്. സോഷ്യൽ എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ നമ്മളുടെ സൊസൈറ്റി റിലേറ്റഡ് ആണ് അല്ലെ. നമ്മളുടെ സൊസൈറ്റിയിൽ എന്തൊക്കെ വരാം? സോഷ്യൽ എൻവയോൺമെന്റിൽ നമ്മളുടെ റിലീജിയസ്, കൾച്ചറൽ ആൻഡ് എത്നിക് ഡയമെൻഷൻസ് അല്ലെ. ഒരു ബിസിനസിന്റെ ചുറ്റുപാടുമുള്ള സൊസൈറ്റി, അവിടെ റിലീജിയസ് ആസ്പെക്ടുകൾ നോക്കണം, കൾച്ചറൽ ആസ്പെക്ടുകൾ നോക്കണം. ഇതെല്ലാം കണക്കിലെടുത്തിട്ടായിരിക്കും ആ ഒരു ബിസിനസിന്റെ പോളിസി ഫ്രെയിം ചെയ്യുന്നത്. ദെൻ ഫൈനലി ടെക്നോളജി. ടെക്നോളജി എന്ന് പറയുമ്പോൾ ആ ഒരു ടെക്നോളജീസ് എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും അല്ലെ. ഒരു ബിസിനസ്സിൽ ടെക്നോളജി എന്ന് പറയുമ്പോൾ എപ്പോഴും ന്യൂ ടെക്നോളജീസ് ഇങ്ങനെ മാർക്കറ്റിൽ വന്നുകൊണ്ടേയിരിക്കും. സോ ഒരു ഓർഗനൈസേഷൻ എന്ത് ചെയ്യണം? ആ ഒരു ടെക്നോളജിക്കൽ ചേഞ്ച് അനുസരിച്ചിട്ട് അവരും ചേഞ്ച് ആകണം. എന്നാൽ മാത്രമേ അവർക്ക് ലോങ് ടേമിൽ എക്സിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ.
സോ ഇത്രയും കാര്യങ്ങളാണ് എക്സ്റ്റേണൽ ഡിറ്റർമിനൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ഒരു ബിസിനസിന്റെ അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് പോളിസിയെ എഫക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഡിറ്റർമിനൻസ് ഓഫ് കോർപ്പറേറ്റ് പോളിസി എന്ന് ചോദിച്ചാൽ നമുക്ക് കുറച്ച് ഇന്റേണൽ ഡിറ്റർമിനൻസും എഴുതാം, അതുപോലെ തന്നെ കുറച്ച് എക്സ്റ്റേണൽ ഡിറ്റർമിനൻസും വരുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് സ്കോപ്പ് ഓഫ് കോർപ്പറേറ്റ് പോളിസി. സോ കോർപ്പറേറ്റ് പോളിസി സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഗൈഡ് ലൈൻസ് ആണ് അല്ലെ, ഗൈഡ് ലൈൻസ് ഫോർ കോർപ്പറേറ്റ് തിങ്കിങ് ആൻഡ് ആക്ഷൻ. ഒരു ബിസിനസ് എങ്ങനെയാണ് അവിടെ തീരുമാനങ്ങൾ എടുക്കേണ്ടത്, അങ്ങനെയുള്ള കുറച്ച് ഗൈഡ് ലൈൻസുകളാണ് ഈ ഒരു കോർപ്പറേറ്റ് പോളിസിയിൽ പറയുന്നത്. സോ ദേ ലേ ഡൗൺ ദ അപ്രോച്ച് ബിഫോർ ദ മാനേജ്മെന്റ് ടു ഡീൽ വിത്ത് ചലഞ്ചസ് ഇൻ ദ എൻവയോൺമെന്റ്. ബിസിനസ് എൻവയോൺമെന്റിൽ വരുന്ന ചലഞ്ചസുകളെ എങ്ങനെ ഡീൽ ചെയ്യണം എന്നൊക്കെ ഒരു മാനേജ്മെന്റിനെ ഹെൽപ്പ് അല്ലെങ്കിൽ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഒരു മാനേജ്മെന്റിനെ ഈ ഒരു ചലഞ്ചസിനെ എങ്ങനെ ഫേസ് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കുന്നത് ആ ഒരു പോളിസീസ് ആയിരിക്കും. സോ നമ്മളുടെ സ്കോപ്പ് ഓഫ് കോർപ്പറേറ്റ് പോളിസി നോക്കിക്കഴിഞ്ഞാൽ corporate policy consists of a variety of subjects that affects various interest group in the organization and outside. അതായത് കോർപ്പറേറ്റ് പോളിസിയിൽ തന്നെ നമുക്കറിയാം വെറൈറ്റി ഓഫ് സബ്ജക്ട്സ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചേരുന്നതാണ്. സോ അത് ബിസിനസിന്റെ ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകൾ, ബിസിനസിന്റെ ഉള്ളിലുള്ളതും പുറത്തുള്ളതും അല്ലെ, ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് എൻവയോൺമെന്റിനെ എഫക്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ചേരുന്നതാണ് ഈ ഒരു കോർപ്പറേറ്റ് പോളിസി എന്ന് പറയുന്നത്. ദെൻ policy is concerned with various functional areas like production, human resource, marketing and finance. ഈ ഒരു പോളിസി എന്ന് പറയുന്നത് ഒരു ഏരിയയിൽ മാത്രമല്ല, നമ്മളുടെ ഒരു ബിസിനസിന്റെ പല പല ഫങ്ഷണൽ ഏരിയാസ് ഉണ്ട് അല്ലെ, ഫിനാൻഷ്യൽ ആയിരിക്കാം, പ്രൊഡക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് ആയിരിക്കാം, മാർക്കറ്റിംഗ് ആയിരിക്കാം. ഈ എല്ലാ ഏരിയാസിനെയും കൺസേൺ ചെയ്തിട്ടായിരിക്കും ഈ ഒരു പോളിസി ഫ്രെയിം ചെയ്യുന്നത്. ദെൻ ലാസ്റ്റ് പറഞ്ഞിട്ടുള്ളത് the overall objective and procedures ആൻഡ് കൺട്രോൾ ആർ കവേർഡ് ഇൻ മേജർ പോളിസീസ്. ഒരു ബിസിനസിന്റെ മേജർ പോളിസിയിൽ എന്തൊക്കെ കാര്യങ്ങൾ കാണും, അവരുടെ ഓവറോൾ ഒബ്ജക്റ്റീവ്, പ്രൊസീജിയേഴ്സ്, ഈ ഒരു ഒബ്ജക്റ്റീവ് എങ്ങനെ അച്ചീവ് ചെയ്യണം എന്നുള്ള പ്രൊസീജിയേഴ്സ് ആൻഡ് കൺട്രോൾ, ഈ ഒരു കാര്യങ്ങളെല്ലാം ചേർന്നിട്ടായിരിക്കും ഒരു ബിസിനസിന്റെ പോളിസി വരുന്നത്, ആ ഒരു പോളിസി ഫ്രെയിം ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ കോർപ്പറേറ്റ് പോളിസിയുടെ സ്കോപ്പിൽ നമുക്ക് നോക്കാനായിട്ടുള്ളത്. ദെൻ പോളിസി ഫോർമുലേഷൻ പ്രോസസ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, നമ്മളുടെ എക്സാംസിന് ചോദിക്കുന്ന ഒരു ഏരിയയാണ് കോർപ്പറേറ്റ് പോളിസി എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്. ഇപ്പൊ പോളിസി ഫോർമുലേഷൻ പ്രോസസ്സ് നോക്കിയാൽ ഫസ്റ്റ് എന്താണ് നമ്മൾ ചെയ്യുന്നത്, എൻവയോൺമെന്റൽ അനാലിസിസ് ആണ് അല്ലെ. ബിസിനസിന്റെ ഇന്റേണൽ എൻവയോൺമെന്റും എക്സ്റ്റേണൽ എൻവയോൺമെന്റും ഉണ്ട്, നമ്മൾ ഓൾറെഡി അത് പറഞ്ഞായിരുന്നു അല്ലെ, എന്തൊക്കെയാണ് ഇന്റേണൽ എൻവയോൺമെന്റ്, എന്തൊക്കെയാണ് എക്സ്റ്റേണൽ എൻവയോൺമെന്റ്. ഒരു ബിസിനസിന്റെ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ എൻവയോൺമെന്റിലെ നമ്മൾ അനലൈസ് ചെയ്യുക. ദെൻ ഐഡന്റിഫിക്കേഷൻ ഓഫ് പോളിസി ഓൾട്ടർനേറ്റീവ്, അത് അനലൈസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് പോളിസി ഓൾട്ടർനേറ്റീവ്സ് കിട്ടും അല്ലെ, ഒരുപാട് ഓൾട്ടർനേറ്റീവ്സ് കിട്ടും. ദെൻ ഇവാലുവേഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ്, നമ്മൾ ഈ ഓൾട്ടർനേറ്റീവ്സിനെ എന്ത് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം. ഇവാലുവേറ്റ് ചെയ്തിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഓരോ പോളിസീസിന്റെയും കോൺസിക്വൻസ് എന്തൊക്കെയാണ്, അതിന്റെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കോൺസിക്വൻസിനെ നമ്മൾ എന്ത് ചെയ്യും, ഇവാലുവേറ്റ് ചെയ്യുന്നു. ദെൻ ചോയ്സ് ഓഫ് പോളിസി അല്ലെങ്കിൽ സെലക്ടിങ് ദ ബെസ്റ്റ് പോളിസി, ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം ഏറ്റവും ബെസ്റ്റ് പോളിസി നമ്മൾ സെലക്ട് ചെയ്യും. ദെൻ ഇനിയിപ്പം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അക്സെപ്റ്റബിൾ അല്ല, ഒരു പോളിസിയും അക്സെപ്റ്റബിൾ അല്ലെങ്കിൽ വീണ്ടും നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് തന്നെ പോകും, അടുത്ത ഒരു ഓൾട്ടർനേറ്റീവിൽ കണ്ടുപിടിക്കാൻ, അതായത് ഐഡന്റിഫിക്കേഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ്സിലേക്ക് തന്നെ പോയിട്ടായിരിക്കും വീണ്ടും നമ്മൾ ഈ ഒരു സ്റ്റെപ്പിൽ കൂടി വരുന്നത്. ഫൈനലി നമ്മൾ ഒരു പോളിസി എന്ത് ചെയ്യുന്നു, ചൂസ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങൾ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് പഠിച്ചിരിക്കണം, കാരണം എക്സാംസിന് ചോദിക്കുന്നതാണ്. നമുക്കിനി ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം, ഈ ഒരു പോളിസി ഫോർമുലേഷൻ പ്രോസസ്സ് നോക്കാം. എൻവയോൺമെന്റൽ അനാലിസിസിൽ നമ്മൾ പറഞ്ഞു ബേസിക്കലി രണ്ട് എൻവയോൺമെന്റ് ഉണ്ട്, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ എൻവയോൺമെന്റ്. അപ്പോ ഈ ഒരു എക്സ്റ്റേണൽ എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ നമ്മളുടെ എക്കണോമിക് ആകാം, പൊളിറ്റിക്കൽ ആകാം, ടെക്നോളജിക്കൽ ആകാം, സോഷ്യൽ ആകാം, ഇതെല്ലാം നമ്മളുടെ എക്സ്റ്റേണൽ എൻവയോൺമെന്റിൽ വരുന്നതാണ്. ദെൻ ഇന്റേണൽ എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം, ഇന്റേണൽ എൻവയോൺമെന്റിലോട്ട് വരുമ്പോൾ ഒരു ബിസിനസിനുള്ളിലുള്ള മിഷൻ അല്ലെങ്കിൽ അവരുടെ ഒബ്ജക്റ്റീവ്സ്, ഇതെല്ലാം ഇന്റേണൽ എൻവയോൺമെന്റ് ആണ്. സോ ഈ ഒരു ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ എൻവയോൺമെന്റിനെ നന്നായിട്ട് അനലൈസ് ചെയ്തിരിക്കണം. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് ആണ് ഐഡന്റിഫിക്കേഷൻ ഓഫ് പോളിസി ഓൾട്ടർനേറ്റീവ്. അതായത് നമ്മൾക്ക് ഇപ്പൊ പാസ്റ്റ് എക്സ്പീരിയൻസോ പാസ്റ്റ് പെർഫോമൻസ് റിസൾട്ടിൽ നിന്നോ ഒക്കെ നമുക്ക് ഒരുപാട് ഓൾട്ടർനേറ്റീവ് പോളിസീസ് നമുക്ക് കിട്ടും. അപ്പൊ ഈ ഓൾട്ടർനേറ്റീവ് പോളിസീസിനെ ഐഡന്റിഫൈ ചെയ്യണം. ദെൻ ഇവാലുവേഷൻ ഓഫ് പോളിസി ഓൾട്ടർനേറ്റീവ്, ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഐഡന്റിഫൈ ചെയ്ത എല്ലാ ഓൾട്ടർനേറ്റീവ്സിനെയും ഇവാലുവേറ്റ് ചെയ്യാം. ഇവാലുവേറ്റ് ചെയ്യുന്നതിന് പോളിസി ഓഡിറ്റുകൾ നടത്താം അല്ലെ, പോളിസി ഓഡിറ്റ് നടത്തി ഇവാലുവേറ്റ് ചെയ്യാം. ഓരോന്നിന്റെയും കോൺസിക്വൻസസും ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇവാലുവേഷൻ നടത്താം. ദെൻ ഫൈനലി ചോയ്സ് ഓഫ് പോളിസി, നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഓൾട്ടർനേറ്റീവ് എല്ലാം കമ്പയർ ചെയ്തിട്ട് ഏറ്റവും നല്ലത് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവിനെ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്ത പോളിസിയെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഓർഗനൈസേഷനിൽ യൂസ് ചെയ്യുന്നതായിരിക്കും. സോ ഇത്രയുമാണ് നമ്മളുടെ പോളിസി ഫോർമുലേഷൻ പ്രോസസ്സിൽ വരുന്നത്. നെക്സ്റ്റ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് കോർപ്പറേറ്റ് പോളിസി. ഏതൊക്കെ തരം പോളിസികൾ നമ്മളുടെ ഒരു ബിസിനസ്സിൽ ഉണ്ട്. സോ ഈ ഒരു കോർപ്പറേറ്റ് പോളിസിയുടെ ക്ലാസിഫിക്കേഷനിൽ
ബേസിക്കലി 3 ടൈപ്പ് പോളിസിയാണുള്ളത്. ബേസിക് പോളിസി, ജനറൽ പോളിസി ആൻഡ് ഡിപ്പാർട്ട്മെന്റൽ പോളിസി. സോ ഈ ഒരു പോളിസിയെ തന്നെ ഡിഫറെന്റ് ഓതേഴ്സ് ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്. പല പല ഓതേഴ്സും പല രീതിയിൽ പോളിസീസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ആൽഫ്രഡ് ആൻഡ് ബേറ്റിയുടെ ഒരു ക്ലാസിഫിക്കേഷനിൽ കുറച്ച് പോളിസി എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ടോപ്പ് മാനേജ്മെന്റ് പോളിസീസ് വരാം, അപ്പർ മിഡിൽ മാനേജ്മെന്റ് പോളിസീസ് ഉണ്ട്, മിഡിൽ മാനേജ്മെന്റ് പോളിസി, ഫോർമെൻ പോളിസി, ഓപ്പറേറ്റിംഗ് പോളിസീസ്, സെയിൽസ് പോളിസി, പ്രൊഡക്ഷൻ പോളിസി, റിസർച്ച് പോളിസി, ഫിനാൻഷ്യൽ പോളിസി, പോസ്റ്റിംഗ് പോളിസി, അക്കൗണ്ടിംഗ് പോളിസി, മാർക്കറ്റിംഗ് പോളിസീസ്, പ്രൊമോഷൻ പോളിസി ആൻഡ് പ്രോഡക്റ്റ് പോളിസി. ഇതൊക്കെ നമ്മളുടെ ഈ ഒരു മാനേജ്മെന്റ് തിങ്കർ ആയിട്ടുള്ള ആൽഫ്രഡ് ആൻഡ് ബേറ്റിയുടെ ക്ലാസിഫിക്കേഷൻ ആണ്. പക്ഷെ ജനറലി നമുക്ക് ബേസിക്കലി 3 ക്ലാസിഫിക്കേഷൻ ആണുള്ളത്: ബേസിക് പോളിസി, ജനറൽ പോളിസി ആൻഡ് ഡിപ്പാർട്ട്മെന്റൽ പോളിസി. അപ്പൊ നമുക്ക് ആ ഒരു ക്ലാസിഫിക്കേഷൻ നോക്കിയാൽ ബേസിക് പോളിസി നമ്മളുടെ ഒരു സ്കോപ്പിന്റെ ബേസിലാണ് ബേസിക് പോളിസി എന്ന് പറയുന്നത്. ബേസിക്, ജനറൽ, ഡിപ്പാർട്ട്മെന്റൽ. ദെൻ എക്സ്പ്രഷന്റെ ബേസിൽ എക്സ്പ്രസ്ഡ് പോളിസി ഉണ്ട്, ഇംപ്ലൈഡ് പോളിസി ഉണ്ട്. എക്സ്പ്രസ്ഡ് പോളിസി തന്നെ ഓറൽ ആകാം, റിട്ടൺ ആകാം. ലെവൽ ഓഫ് മാനേജ്മെന്റിൽ ടോപ്പ് മാനേജ്മെന്റ്, മിഡിൽ ലെവൽ, ലോ ലെവൽ പോളിസീസ് ഉണ്ട്. ദെൻ നേച്ചർ ഓഫ് ഒറിജിൻ ആണെങ്കിൽ ഒറിജിനേറ്റഡ് പോളിസി, അപ്പീൽഡ് പോളിസി, ഇമ്പോസ്ഡ് പോളിസി, ഡെറിവേറ്റീവ് പോളിസി. ഫങ്ഷണൽ ഏരിയയുടെ ബേസിലാണെങ്കിലോ പ്രൊഡക്ഷൻ പോളിസീസ് ഉണ്ട്, മാർക്കറ്റിംഗ് പോളിസീസ്, ഫിനാൻഷ്യൽ പോളിസി ആൻഡ് പേഴ്സണൽ പോളിസീസ് ഉണ്ട്. നേച്ചർ ഓഫ് മാനേജ്മെന്റ് ഫംഗ്ഷൻസിലാണെങ്കിൽ പ്ലാനിംഗ് പോളിസീസ്, ഓർഗനൈസിംഗ് പോളിസി, ആക്ച്വേറ്റിംഗ് പോളിസീസ് ആൻഡ് കൺട്രോളിംഗ് പോളിസി. ഇത്രയും പോളിസീസ് ആണ് നമുക്ക് ബേസിക്കലി പഠിക്കാനുള്ളത്. സോ ഇതിനെ നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പോൾ നമ്മളുടെ ക്ലാസിഫിക്കേഷൻ ഓൺ ബേസിസ് ഓഫ് സ്കോപ്പ്. സ്കോപ്പിന്റെ ബേസിലാണെങ്കിൽ നമുക്ക് 3 ക്ലാസിഫിക്കേഷൻ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു: ബേസിക് പോളിസി, ജനറൽ പോളിസി, സ്പെസിഫിക് പോളിസി. ബേസിക് പോളിസി എന്ന് പറയുന്നത് എന്താണ്? ടോപ്പ് മാനേജ്മെന്റ് ഫ്രെയിം ചെയ്യുന്ന പോളിസീസ് ആണ്. അതായത് ബിസിനസിന്റെ ബേസിക് ആക്ടിവിറ്റീസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ബേസിക് പോളിസി ഒക്കെ ഫോർമുലേറ്റ് ചെയ്യുന്നത്. ഇനി ജനറൽ പോളിസീസ് എന്ന് പറയുമ്പോഴോ മിഡിൽ മാനേജ്മെന്റ് ആയിരിക്കും ഈ ഒരു ജനറൽ പോളിസി ഫ്രെയിം ചെയ്യുന്നത്. ദേ അപ്ലൈ ടു ദ ലാർജ് സെഗ്മെന്റ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനിൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു ലാർജ് സെഗ്മെന്റിലും അപ്ലൈ ചെയ്യുന്ന പോളിസിയാണ് ജനറൽ പോളിസീസ്. ദെൻ സ്പെസിഫിക് പോളിസി എന്ന് പറയുന്നത് ഫ്രെയിംഡ് ബൈ ദ ഫോർമൻ ആൻഡ് സൂപ്പർവൈസേഴ്സ്. ഈ ഒരു ഫോർമനോ സൂപ്പർവൈസേഴ്സോ ഒക്കെ സ്പെസിഫിക് നേച്ചറിലുള്ള കുറച്ച് പോളിസീസ് എടുക്കാറുണ്ട്. സോ റൊട്ടീൻ ആക്ടിവിറ്റീസിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളിൽ യൂസ് ചെയ്യുന്നതായിരിക്കും ഈ ഒരു സ്പെസിഫിക് പോളിസീസ് എന്ന് പറയുന്നത്. ദെൻ എക്സ്പ്രഷന്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ ആണെങ്കിൽ എക്സ്പ്രസ്ഡ് പോളിസിയും ഉണ്ട്, ഇംപ്ലൈഡ് പോളിസിയും ഉണ്ട്. എക്സ്പ്രസ്ഡ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ വാക്കാൽ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഓറലി ഓർ റിട്ടൺ റൈറ്റിംഗ് ആയിട്ടോ ഒക്കെ എഴുതിയിട്ടുള്ളതായിരിക്കാം അല്ലെ. ഇപ്പോ പോളിസീസ് എന്ന് പറയുന്നത് റിട്ടൺ പോളിസി തന്നെ ആകണമെന്നില്ല, വാക്കാൽ പറഞ്ഞാലും മതി. സോ എക്സ്പ്രസ് പോളിസിയിൽ വരുന്നതാണ് ഓറൽ ഓർ റിട്ടൺ പോളിസി. കൂടുതലും സ്മോൾ ഓർഗനൈസേഷൻസ് ആണ് ഈ ഒരു ഓറൽ അല്ലെങ്കിൽ റിട്ടൺ പോളിസീസ് യൂസ് ചെയ്യുന്നത്. ദെൻ ഇംപ്ലൈഡ് പോളിസി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആ ഒരു കോഡ് ഓഫ് കണ്ടക്ട് കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ബിസിനസ്സിലുള്ള ആളുകളുടെ ബിഹേവിയർ കൊണ്ട് എംപ്ലോയീസിന് മനസ്സിലാകുന്ന കുറച്ച് പോളിസീസ് ആണ്. അവിടെ ഒരു ഓറലി അല്ലെങ്കിൽ റിട്ടൺ സ്റ്റേറ്റ്മെന്റുകൾ ഒന്നുമില്ല. അവിടെ ഒന്നും ഓറലി പറഞ്ഞിട്ടോ അല്ലെങ്കിൽ റിട്ടൺ ആയിട്ട് എഴുതിയിട്ടോ ഒന്നും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, എക്സ്പ്രസ് ചെയ്തിട്ടില്ല. പക്ഷേ അവിടുത്തെ എംപ്ലോയീസിന്റെ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ കോഡ് ഓഫ് കണ്ടക്റ്റിൽ നിന്നും ഇങ്ങനെ ഒരു പോളിസി ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയെടുക്കുന്നതാണ് ഇംപ്ലൈഡ് പോളിസി. ദെൻ ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ലെവൽ. ലെവലിന്റെ ബേസിലാണെങ്കിൽ നമ്മൾ പറഞ്ഞു ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ ആൻഡ് ലോ ലെവൽ പോളിസീസ് ഉണ്ട്. ടോപ്പ് ലെവലിലാണെങ്കിൽ ടോപ്പ് മാനേജ്മെന്റ് ആയിരിക്കും ആ ഒരു പോളിസി ഫ്രെയിം ചെയ്യുന്നത്, അവരായിരിക്കും അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. മിഡിൽ ലെവലിലാണെങ്കിലോ മിഡിൽ ലെവൽ മാനേജേഴ്സ് ആയിരിക്കും, അതായത് ഓർഗനൈസേഷന്റെ ആക്ടിവിറ്റീസിലൊക്കെ ഡീൽ ചെയ്യാനായിട്ട് മിഡിൽ ലെവൽ മാനേജേഴ്സ് ഫ്രെയിം ചെയ്യുന്നതാണ് മിഡിൽ ലെവൽ പോളിസീസ്. ലോവർ ലെവൽ എന്ന് പറയുമ്പോൾ എന്താണ്? ലോവർ ലെവലിലുള്ള ആളുകളായിരിക്കും ഈ ഒരു ലോ ലെവൽ മാനേജ്മെന്റ് പോളിസീസ് ഫ്രെയിം ചെയ്യുന്നത്. സോ അവിടെ നമുക്കറിയാം ഈ ഒരു ലോ ലെവൽ മാനേജ്മെന്റ് പോളിസീസ് എന്ന് പറയുമ്പോൾ അവിടെ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? ഇപ്പം ഇവിടെ ലോ ലെവലിലുള്ള ആളുകൾ അല്ലെങ്കിൽ ഏറ്റവും ടാസ്കിന്റെ സബ് ഡിവിഷനിൽ വരുന്ന ആളുകളായിരിക്കും അല്ലെ, ഓർഗനൈസേഷന്റെ സബ് ഡിവിഷനിൽ വരുന്ന ആളുകളായിരിക്കും ഈ ഒരു പോളിസീസ് ഫ്രെയിം ചെയ്യുന്നത്. ദെൻ പോളിസി ഓൺ ദ ബേസ് ഓഫ് ഒറിജിൻ. ഒറിജിന്റെ ബേസിൽ നോക്കുവാണെങ്കിൽ ഒറിജിനൽ പോളിസീസ് ഉണ്ട്, അപ്പീൽഡ് പോളിസീസ് ഉണ്ട്, ഇമ്പോസ്ഡ് പോളിസി, ഡെറിവേറ്റീവ് പോളിസി. ഒറിജിനൽ പോളിസി എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സിൽ നിന്നും നമ്മൾ ഫ്രെയിം ചെയ്യുന്ന പോളിസീസ് ആണ് ഒറിജിനൽ പോളിസീസ് എന്ന് പറയുന്നത്. ടോപ്പ് മാനേജ്മെന്റ് ആയിരിക്കും ഈ ഒരു പോളിസീസ് ഒക്കെ ഫ്രെയിം ചെയ്യുന്നത്. അതുപോലെ തന്നെ അവരായിരിക്കും ഇതിന് റെസ്പോൺസിബിൾ ആയിട്ടുമുള്ളത്. ദെൻ അപ്പീൽഡ് പോളിസി. അപ്പീൽഡ് പോളിസിയെ തന്നെ സജസ്റ്റഡ് പോളിസീസ് എന്നും പറയാറുണ്ട്. അതായത് ഈ ഒരു പോളിസീസ് സബോർഡിനേറ്റിന്റെയും മറ്റും സജഷൻസിൽ നിന്നുമായിരിക്കും നമ്മൾ ഈ ഒരു പോളിസീസ് ഫ്രെയിം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിനെ സജസ്റ്റഡ് പോളിസീസ് എന്നും പറയുന്നത്. ദെൻ ഇമ്പോസ്ഡ് പോളിസീസ് ഉണ്ട്. ഇമ്പോസ്ഡ് പോളിസി എന്ന് പറയുമ്പോൾ എന്താണ്? യെസ്, ഈ ഒരു പോളിസീസ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഫോഴ്സസ് ചില സമയത്ത്
കമ്പനിയെ ചില പോളിസി എടുക്കാനായിട്ട് ഫോഴ്സ് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള പോളിസീസ് ആണ് ഇമ്പോസ്ഡ് പോളിസീസ്. അതായത് ഇപ്പൊ എക്സ്റ്റേണൽ ഫോഴ്സസ് എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് റൂളുകളും ഗവൺമെന്റ് സജഷൻസും അല്ലെങ്കിൽ ട്രേഡ് യൂണിയനുമായിട്ടുള്ള ആർഗ്യുമെന്റുകളും ഒക്കെ എക്സ്റ്റേണൽ ഫോഴ്സ് ആണ്. ഇത് കാരണം ചിലപ്പോൾ നമ്മൾ ചില പോളിസി ഒക്കെ എടുക്കേണ്ടി വരും. അതിനെയാണ് ഇമ്പോസ്ഡ് പോളിസി എന്ന് പറയുന്നത്. ദെൻ ഡെറിവേറ്റീവ് പോളിസി. ഡെറിവേറ്റീവ് പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയുടെ മേജർ പോളിസിയിൽ നിന്നും ഡിറൈവ് ചെയ്തെടുക്കുന്ന കുറച്ച് പോളിസീസ് ആണ് ഡെറിവേറ്റീവ് പോളിസീസ്. അതായത് ഡേ ടു ഡേ ഓപ്പറേഷൻസിൽ ഒരു ഗൈഡ് ലൈൻ പോലെ നമുക്ക് ഈ ഒരു ഡെറിവേറ്റീവ് പോളിസീസിനെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇത്രയുമാണ് ഒറിജിന്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ. നെക്സ്റ്റ് ഫങ്ഷണൽ ഏരിയാസിന്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ നോക്കിയാൽ പ്രൊഡക്ഷൻ പോളിസി, മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് പോളിസി, ഫിനാൻഷ്യൽ പോളിസി, പേഴ്സണൽ പോളിസി. അപ്പൊ അതിൽ നമുക്കറിയാം ഫങ്ഷണൽ ഏരിയാസ് എന്ന് പറയുമ്പോൾ ബിസിനസിന്റെ ഏരിയാസ് ആണ് അല്ലെ, ഫംഗ്ഷൻ ചെയ്യുന്ന ഏരിയാസ് ആണ്. അതിലെ പ്രൊഡക്ഷൻ പോളിസി എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു പ്രോഡക്റ്റ് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം, ഏതൊക്കെ ടെക്നോളജീസ് യൂസ് ചെയ്യണം, അതിനുള്ള എക്യുപ്മെന്റ്സ്, പ്ലാന്റ് ലേഔട്ടിന്റെ സെലക്ഷൻ, ലൊക്കേഷൻ ആൻഡ് സൈസ്, മാനുഫാക്ചറിംഗ് കോസ്റ്റ്, ഇൻവെന്ററി കൺട്രോൾ, ക്വാളിറ്റി കൺട്രോൾ, ഇതെല്ലാം പ്രൊഡക്ഷൻ പോളിസിയിൽ വരുന്നതാണ്. അതായത് ഒരു ബിസിനസ്സിലെ പ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രൊഡക്ഷൻ പോളിസിയിലായിരിക്കും വരുന്നത്. മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് പോളിസീസ്. മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് പോളിസീസ് എന്ന് പറയുമ്പോൾ ഒരു ബിസിനസിന്റെ മാർക്കറ്റിംഗ് അനാലിസിസ്, സെയിൽസ്മാൻഷിപ്പ്, അഡ്വർടൈസിങ്, ഇതെല്ലാം അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റിംഗ് മിക്സും പ്രോഡക്റ്റ് മിക്സും ഒക്കെ ചേർന്നിട്ടുള്ള പോളിസിയാണ് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് പോളിസീസ്. ഇവിടെ കസ്റ്റമേഴ്സ് വരാം, അതുപോലെ തന്നെ ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, ഡീലേഴ്സ്, സെയിൽസ് കൺട്രോൾ, ഇതെല്ലാം നമ്മളുടെ ഒരു മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് പോളിസിയിൽ വരും. ദെൻ ഫൈനാൻഷ്യൽ പോളിസി എന്ന് പറയുമ്പോൾ ഒരു ബിസിനസിന്റെ ഫിനാൻഷ്യൽ റിലേറ്റഡ് ആസ്പെക്ടുകളായിരിക്കും അല്ലെ. അതായത് ക്യാപിറ്റൽ സ്ട്രക്ചർ, മെത്തേഡ് ഓഫ് റൈസിംഗ് ഫണ്ട്, ഫണ്ട് യൂട്ടിലൈസേഷൻ, ക്രെഡിറ്റ് പോളിസി, ഡിവിഡൻഡ് ഡിസിഷൻ, പ്രോഫിറ്റ് പോളിസി, അക്കൗണ്ടിംഗ് പോളിസി, ഇതെല്ലാം ഫൈനാൻഷ്യൽ പോളിസിയിൽ വരുന്ന ആസ്പെക്ടുകളാണ്. ദെൻ പേഴ്സണൽ പോളിസി. പേഴ്സണൽ പോളിസി എന്ന് പറയുമ്പോൾ അവിടെ ഹ്യൂമൻ റിസോഴ്സിനെ പറ്റി റിലേറ്റഡ് ആയിരിക്കും. അതായത് റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, ട്രെയിനിങ്, ഡെവലപ്മെന്റ്, പ്രൊമോഷൻ ആൻഡ് ട്രാൻസ്ഫർ, വേജസ് ആൻഡ് ഇൻസെന്റീവ്സ്, ഇതെല്ലാം നമ്മളുടെ പേഴ്സണൽ പോളിസിയിൽ വരുന്നതായിരിക്കും. ഇത്രയുമാണ് നമ്മളുടെ ഫങ്ഷണൽ ഏരിയാസിലുള്ള നമ്മളുടെ ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസ് ഓഫ് ഫങ്ഷണൽ ഏരിയാസ് എന്ന് പറയുന്നത്. Then classification of policy on the basis of nature of management. Nature of managementന്റെ ബേസിലാണെങ്കിൽ നമുക്കുള്ള പോളിസീസ് ആണ്. ഫസ്റ്റ് വൺ പ്ലാനിംഗ് പോളിസി. പ്ലാനിംഗ് പോളിസി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ബിസിനസിന്റെ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യുന്നതാണ് പ്ലാനിങ്ങിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്. അപ്പൊ ഇത് തന്നെ ആയിരിക്കും പ്ലാനിംഗ് പോളിസിയിലും വരുന്നത്. അതായത് ബിസിനസിന്റെ ഒബ്ജക്റ്റീവ് എങ്ങനെ അച്ചീവ് ചെയ്യാം. ഇപ്പൊ കോർപ്പറേറ്റ് ഒബ്ജക്റ്റീവ് എന്തൊക്കെയാണ്, ഓൾട്ടർനേറ്റീവ് കോഴ്സസ് ഓഫ് ആക്ഷൻസ് എന്തൊക്കെയാണ്, ഓൾട്ടർനേറ്റീവ്സിനെ എങ്ങനെ കമ്പയർ ചെയ്യുന്നുണ്ട്, ദെൻ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബജറ്റ്സും ഷെഡ്യൂൾസ്, പ്രൊസീജിയേഴ്സ്, ഇതെല്ലാം നമ്മളുടെ പ്ലാനിംഗ് പോളിസിയിൽ വരുന്നതായിരിക്കും. ഓർഗനൈസിംഗ് പോളിസി. ഓർഗനൈസിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ, അലോക്കേഷൻ ഓഫ് റിസോഴ്സ് ആണ്. അതായത് എങ്ങനെയൊക്കെയാണ് ഈ ഒരു ആക്ടിവിറ്റീസ് ഓരോ ആളുകൾക്കും അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ, അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി, ഡെലിഗേഷൻ, സെൻട്രലൈസേഷൻ, ഈ പറയുന്ന ആസ്പെക്ടുകളെല്ലാം ഓർഗനൈസിംഗ് പോളിസിയിലായിരിക്കും വരുന്നത്. ബിസിനസിന്റെ ഒബ്ജക്റ്റീവ് ഒക്കെ അച്ചീവ് ചെയ്യാൻ എങ്ങനെയാണ് ബിസിനസിനെ ഓർഗനൈസ്ഡ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, അതായിരിക്കും ഓർഗനൈസിംഗ് പോളിസി. ദെൻ ആക്ച്വേറ്റിംഗ് പോളിസി ഉണ്ട്. ആക്ച്വേറ്റിംഗ് പോളിസി എന്ന് പറയുമ്പോൾ അവിടെ ലീഡർഷിപ്പും അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻസും ഒക്കെയാണ് ആക്ച്വേറ്റിംഗ് പോളിസിയിൽ വരുന്നത്. അതായത് എംപ്ലോയീസിനെ ഓർഗനൈസ് ചെയ്യുക, അത്രയേ ഉള്ളൂ ആക്ച്വേറ്റിംഗ് പോളിസി. ദെൻ ഫൈനലി കൺട്രോളിംഗ് പോളിസി. കൺട്രോളിംഗ് പോളിസി എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ കൺട്രോളിംഗിൽ തന്നെ സാധാരണ ചെയ്യുന്നത് കമ്പാരിസൺ ആണ് അല്ലെ. ആക്ച്വൽ പെർഫോമൻസും നമ്മളുടെ ബജറ്റഡ് പെർഫോമൻസും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുന്നതാണ് നമ്മളുടെ കൺട്രോളിംഗ് പോളിസിയിൽ. അപ്പൊ ഇവിടെ എന്താണ്, കുറച്ച് സ്റ്റാൻഡേർഡുകൾ കാണും അല്ലെ. ഈ സ്റ്റാൻഡേർഡുകൾ കാണും. ആ സ്റ്റാൻഡേർഡും ആക്ച്വൽ പെർഫോമൻസും കൂടി കമ്പയർ ചെയ്തിട്ട് ഡീവിയേഷൻസ് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യുന്നു. നമ്മുടെ ആക്ഷൻസ് അല്ലെങ്കിൽ അതിനുള്ള ഡീവിയേഷൻസ് എടുത്തിട്ട് കറക്റ്റീവ് ആക്ഷൻസ് എടുക്കുന്നു. ഇത്രയുമാണ് കൺട്രോളിംഗ് പോളിസിയിൽ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നേച്ചർ ഓഫ് മാനേജ്മെന്റിൽ വരുന്ന പോളിസീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും പോളിസീസ് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ് ഈ ടൈപ്സ് ഓഫ് പോളിസീസ് എല്ലാം. കുറച്ചേറെ പോളിസീസ് നമ്മൾ പറഞ്ഞു. ഈ എല്ലാ പോളിസീസും പ്രോപ്പർ ആയിട്ട് പഠിച്ചു വെച്ചേക്കാം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഫൈനലി നമ്മുടെ ഇമ്പോർട്ടൻസ് ഓഫ് കോർപ്പറേറ്റ് പോളിസി. കോർപ്പറേറ്റ് പോളിസിയുടെ ഇമ്പോർട്ടൻസും കൂടിയേ നമുക്ക് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളൂ. അപ്പൊ കോർപ്പറേറ്റ് പോളിസിയുടെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയായിരിക്കും? യെസ്, ഒരു ബിസിനസിന്റെ ആക്ടിവിറ്റീസിനെ സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകണമെങ്കിൽ, ബിസിനസ് സ്മൂത്ത് ആയിട്ട് ക്യാരി ഔട്ട് ചെയ്യണമെങ്കിൽ അവിടെ പ്രോപ്പർ പോളിസീസ് ആവശ്യമാണ് അല്ലെ. ദെൻ ക്ലിയർ കട്ട് കോഴ്സസ് ഫോർ അറ്റൈൻമെന്റ് ഓഫ് ബിസിനസ് ഒബ്ജക്റ്റീവ്. നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ ബിസിനസിന്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാനായിട്ടുള്ള ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു വേ അല്ലെങ്കിൽ ഒരു വഴി ഈ ഒരു പോളിസീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ പ്രോപ്പർ പോളിസീസ് നമ്മൾ നല്ല രീതിയിൽ ഒരു പോളിസി ഫ്രെയിം ചെയ്യുവാണെങ്കിൽ മെനി ഓഫ് ദ ഡീറ്റെയിൽസ് കുഡ് ബി കൺവീനിയന്റ്ലി ഹാൻഡിൽഡ് ബൈ ദ സബോർഡിനേറ്റ്സ്. സബോർഡിനേറ്റ്സിന് അത് കൺവീനിയന്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും അല്ലെ. അവിടെ ടൈമും എനർജിയും ഒന്നും വേസ്റ്റേജ് ഇല്ലാതെ തന്നെ അവർക്ക് ഒപ്റ്റിമം ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ദെൻ
പോളിസീസ് ഒരു ഡിസിഷൻ മേക്കിങ്ങിനുള്ള ഒരു ഫ്രെയിം വർക്ക് അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിങ്ങിന് ഒരു ഗൈഡ് ആയിട്ട് പോളിസീസ് വർക്ക് ചെയ്യാറുണ്ട്. ദെൻ അതുപോലെ തന്നെ ഡെലിഗേഷൻ ഓഫ് പവർ ഓഫ് ഡിസിഷൻ മേക്കിങ്ങിൽ നമ്മൾ ഡെലിഗേഷൻ ചെയ്യാറുണ്ട് അല്ലെ, ഡെലിഗേറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ ഈ ഒരു പവർ ഡെലിഗേറ്റ് ചെയ്യാനും പോളിസീസ് എൻകറേജ് ചെയ്യാറുണ്ട്. ദെൻ നമ്മളുടെ എല്ലാ മാനേജ്മെന്റിന്റെ എല്ലാ ലെവൽസിലും അല്ലെ, അതുപോലെ തന്നെ മാനേജ്മെന്റിന്റെ എല്ലാ ആക്ടിവിറ്റീസിലും ഒരു ഡയറക്ഷൻ നമ്മുടെ ഈ ഒരു പോളിസീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മളുടെ ബിസിനസ്സിൽ ഒരു സ്റ്റെബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു അല്ലെ, എല്ലാ ആക്ടിവിറ്റീസും സ്റ്റേബിൾ ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട് ഒരു പ്രോപ്പർ പോളിസീസ് ഉണ്ടെങ്കിൽ. ദെൻ ഇറ്റ് deter the subordinates to rethink on the day to day issues, അതായത് ഡേ ടു ഡേ ഇഷ്യൂസ് ഒക്കെ റീതിങ്ക് ചെയ്യാനും ഈ റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള അനാലിസിസുകളെ നമുക്ക് അവോയ്ഡ് ചെയ്യാനും ഒക്കെ പോളിസീസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ഇറ്റ് ഫെസിലിറ്റേറ്റ് ഇവാലുവേഷൻ ഓഫ് പെർഫോമൻസ്, അതായത് പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുക അല്ലെ. ബിസിനസിന്റെ പോളിസീസിൽ നമ്മൾ പറഞ്ഞു കുറച്ച് സ്റ്റാൻഡേർഡുകൾ, കൺട്രോളിംഗ് പോളിസി ഒക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ. കൺട്രോളിംഗ് പോളിസിയിൽ നമ്മൾ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് അത് ഇവാലുവേറ്റ് ചെയ്യും അല്ലെ. അപ്പൊ അങ്ങനെ കുറച്ച് സ്റ്റാൻഡേർഡുകൾ വഴി ബിസിനസിന്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ഓർഗനൈസേഷനുള്ള എംപ്ലോയി എന്തൂസിയാസം ആൻഡ് ലോയൽറ്റി ഒക്കെ എൻഹാൻസ് ചെയ്യിക്കാനായിട്ട് ഈ ഒരു പോളിസീസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ബിസിനസിന്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നുണ്ട് അല്ലെ. അതായത് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സിനെയൊക്കെ ഒപ്റ്റിമം ആയിട്ട് യൂസ് ചെയ്തുകൊണ്ട് ബിസിനസിന്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ബിസിനസ്സിന് ഒരു നല്ല പബ്ലിക് ഇമേജ് കൊടുക്കാനായിട്ട് ഒരു ബെറ്റർ പോളിസി അല്ലെങ്കിൽ ഒരു സൗണ്ട് പോളിസി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾക്ക് ബിസിനസിന്റെ ക്ലിയർ കട്ട് ഒബ്ജക്റ്റീവ്സ് പറയുന്നുണ്ട്. അതുപോലെ ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ, ബിസിനസ് ഇനി എങ്ങനെ മുന്നോട്ട് പോകണം, അവരുടെ ഫ്യൂച്ചർ ആക്ഷൻസ് എന്തൊക്കെയാണ് എന്ന് ഡിസൈഡ് ചെയ്യാൻ മാനേജേഴ്സിനെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ആൻഡ് ദേ ആക്ട് ആസ് എ ടൂൾ ഫോർ കോർഡിനേഷൻ ആൻഡ് കൺട്രോൾ. ഒരു ബിസിനസ്സിലെ കോർഡിനേഷൻ കൺട്രോളിനെല്ലാം ഒരു നല്ലൊരു ബെറ്റർ ടൂൾ ആയിട്ട് ബിസിനസിന്റെ പോളിസീസ് ആക്ട് ചെയ്യാറുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾക്ക് കോർപ്പറേറ്റ് പോളിസിയുടെ ഇമ്പോർട്ടൻസിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഈ ഒരു കോർപ്പറേറ്റ് പോളിസിയിൽ പഠിക്കാനുള്ളൂ. ഇതിൽ നിങ്ങൾ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടത് ഈ ഒരു ടൈപ്സ് ഓഫ് പോളിസീസ്, ക്ലാസിഫിക്കേഷൻ ഓഫ് പോളിസീസും പോളിസി ഫോർമുലേഷൻ പ്രോസസ്സും, അത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഡിറ്റർമിനൻസ് ഓഫ് കോർപ്പറേറ്റ് പോളിസിയും ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഇത് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് പഠിച്ചു വെച്ചാൽ സിമ്പിൾ ആയിട്ട് മനസ്സിലാകുന്ന ഒരു യൂണിറ്റ് തന്നെയാണ്. സോ ഇത്രയും കാര്യങ്ങളെ നമുക്ക് ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളൂ. നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് യൂണിറ്റ് 3 നെക്സ്റ്റ് ക്ലാസ്സിലായിട്ട് ഡിസ്കസ് ചെയ്യാം. താങ്ക്